ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഉണ്ണീശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. 25 നോമ്പിന് ആയത്ത ജപം എന്ന് പറഞ്ഞ് 40 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്നുണ്ടല്ലോ. 1000 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം 25-ാം തീയതി തികയുമ്പോൾ അത് സമർപ്പിക്കുവാനും അത് സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങളും ഒക്കെ വിവരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. നമുക്ക് ഇന്ന് മുതൽ ഇനി ഉണ്ണീശോയുടെ ജപമാല സൗകര്യമുള്ളവർക്ക് സമയമുള്ളവർക്ക് ചൊല്ലി ഈ 9 ദിവസവും കാഴ്ചവെക്കുന്നത് നല്ലതായിരിക്കും. ഉണ്ണീശോയുടെ ജപമാല ഇങ്ങനെയാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അത് 3 പ്രാവശ്യം ചൊല്ലണം. പിന്നീട് ഉണ്ണീശോയുടെ ദിവ്യ ശൈശവ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമാണ് ചൊല്ലുക. 12 രഹസ്യങ്ങളാണ് ധ്യാനിക്കുന്നത്. ഉണ്ണിയേശുവിൻ്റെ മനുഷ്യാവതാരമോർത്ത് ഒരു നന്മ നിറഞ്ഞ മറിയമേ, സന്ദർശനമോർത്ത് ഒരു നന്മ നിറഞ്ഞ മറിയമേ, അതുപോലെ തിരുപ്പിറവി, ഇടയന്മാരുടെ വണക്കം, രാജാക്കന്മാരുടെ വണക്കം, പരിച്ഛേദനം, കാഴ്ചവയ്പ്, ഈജിപ്തിലേക്കുള്ള പലായനം, ഈജിപ്തിലെ വാസം, ഈജിപ്തിൽ നിന്നുള്ള മടക്കം, ഈശോയുടെ നസ്രത്തിലെ ജീവിതം, ഈശോ പണ്ഡിതന്മാരുടെ മധ്യേ. ഇങ്ങനെ 12 രഹസ്യങ്ങൾ ഓർത്ത് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും. അപ്പോൾ 12 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. അതിനുശേഷം പരിശുദ്ധനായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അപേക്ഷകൾ സാധിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അത് 3 പ്രാവശ്യം. പിന്നീട് പ്രാർത്ഥനയാണ്: ഓ ദിവ്യബാലനായ ഈശോയെ, അത്ഭുതകരമായ അവിടുത്തെ തിരുക്കരങ്ങൾ ആശീർവാദ ഭാവത്തിൽ കാരുണ്യപൂർവ്വം ഉയർത്തുമ്പോൾ, അവിടുത്തെ സർവശക്തിത്വം അതിശയ രൂപത്തിൽ പ്രശോഭിക്കുമ്പോൾ, ഉറച്ച വിശ്വാസത്തോടെ അങ്ങിൽ ശരണപ്പെടുന്നവരുടെ ഹൃദയം വരപ്രസാദങ്ങളാൽ നിറയ്ക്കണമേ. ആമേൻ. ഉണ്ണീശോയുടെ ലുത്തിനിയ. കർത്താവെ കനിയണമേ, മിശിഹായെ കനിയണമേ, കർത്താവെ കനിയണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളിൽ കനിയണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളിൽ കനിയണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ കനിയണമേ, ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ തൃത്വമേ ഞങ്ങളിൽ കനിയണമേ. ഇനിയുള്ള പ്രാർത്ഥനകൾക്ക് ഞങ്ങളിൽ കനിയണമേ എന്നാണ് മറുപടി. ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ ഞങ്ങളിൽ കനിയണമേ. സർവശക്തിത്വം അതിശയകരമായി പ്രശോഭിക്കുന്ന ഉണ്ണീശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നവനും ഭരിക്കുന്നവനുമായ ഉണ്ണീശോയെ, ഞങ്ങളെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന കരുണാനിധിയായ ഉണ്ണീശോയെ, ഞങ്ങളെ അന്ത്യം വരെയും ദൈവത്തിനു മുമ്പിൽ നയിക്കുന്ന വിധികർത്താവായ ഉണ്ണീശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്ന സത്യദീപമായ ഉണ്ണീശോയെ, ഞങ്ങളുടെ ദാരിദ്ര്യത്തെ ഔദാര്യത്തിൽ മഹത്വപ്പെടുത്തുന്ന ഉണ്ണീശോയെ, ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന സ്നേഹനിധിയായ ഉണ്ണീശോയെ, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കുന്ന ദയാനിധിയായ ഉണ്ണീശോയെ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ഉണ്ണീശോയെ, പിശാചുക്കളെ ഓടിക്കുന്ന ശക്തിമാനായ ഉണ്ണീശോയെ, ഞങ്ങളെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന നീതിമാനായ ഉണ്ണീശോയെ, നരകത്തെ കീഴടക്കിയ ബലവാനായ ഉണ്ണീശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്ന പ്രീതിയുടെ മുഖമായ ഉണ്ണീശോയെ, ലോകത്തെ അടക്കി ഭരിക്കുന്ന സർവശക്തനായ ഉണ്ണീശോയെ, ഞങ്ങളുടെ തണുത്ത ഹൃദയങ്ങളെ സ്നേഹനാളത്താൽ ഉജ്ജ്വലിപ്പിക്കുന്ന ഉണ്ണീശോയെ, ആശീർവാദ ഭാവേന അത്ഭുതകരമായ കരങ്ങളുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഉണ്ണീശോയെ, വിശ്വാസികളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന വിശുദ്ധ മധുര നാമമായ ഉണ്ണീശോയെ, ലോകമെങ്ങും മഹിമയാൽ നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണീശോയെ, ദയാപരനായിരുന്ന് ഈശോയെ ഞങ്ങളോട് പൊറുക്കണമേ, ദയാപരനായിരുന്ന് ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇനിയുള്ള 6 പ്രാർത്ഥനകൾക്ക് ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. സകല പിശാചുക്കളിൽ നിന്നും ഈശോയെ ഞങ്ങൾ മോചിപ്പിക്കണമേ, സകല പാപങ്ങളിൽ നിന്ന്
അങ്ങേ ദിവ്യദയയിലുള്ള അവിശ്വാസത്തിൽ നിന്ന്, നിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലുള്ള സംശയത്തിൽ നിന്ന്, നിൻ്റെ ദിവ്യമഹത്വത്തോട് കാണിക്കുന്ന ഉദാസീനതയിൽ നിന്ന്, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നിർഭാഗ്യങ്ങളിൽ നിന്നും ഇനിയുള്ള പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്നാണ് പറയേണ്ടത്. പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെയും വളർത്തുപിതാവായ ഔസേപ്പിൻ്റെയും മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്നേഹബന്ധത്തിൽ വളർത്തി കാത്തു രക്ഷിക്കുകയും ദിവ്യശൈശവത്തിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന്, ഞങ്ങളിൽ നിന്നും നിൻ്റെ അതിശയകരമായ ആശീർവാദകരം തിരിക്കാതിരിക്കണമേ എന്ന്, ഞങ്ങളെ നിൻ്റെ കണക്കറ്റ കൃപാവരങ്ങളെ സ്മരിക്കുവാൻ എപ്പോഴും അനുഗ്രഹിക്കണമേ എന്ന്, ഞങ്ങളെ നിൻ്റെ തിരുഹൃദയ ഭക്തിയിൽ കൂടുതൽ ജ്വലിപ്പിക്കണമേ എന്ന്, അങ്ങയെ വിശ്വാസപൂർവ്വം സമീപിക്കുന്ന സകലരെയും കൃപാവരങ്ങളാൽ കടാക്ഷിക്കണമേ എന്ന്, അങ്ങയുടെ രാജ്യത്തിൻ്റെ സമാധാനം നിലനിർത്തണമേ എന്ന്, അത്യാസന്നമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ എന്ന്, അങ്ങയിൽ ശരണപ്പെട്ട് അപേക്ഷിക്കുന്നവർക്ക് നിത്യസൗഭാഗ്യം നൽകണമേ എന്ന്, വിധിയുടെ നാളിൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന്, മേരീസുതനും ദൈവപുത്രനുമായ ഈശോയെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ഓ അത്ഭുതങ്ങളുടെ ഉറവിടമായ ഉണ്ണീശോയെ, അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമേ എന്ന് അങ്ങേ തിരുമുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ. പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ അങ്ങയെ ഞങ്ങൾ എന്നെന്നും വാഴ്ത്തി സ്തുതിക്കുമാറാകണമേ. ആമേൻ. ഉണ്ണി യേശുവിനെ സമർപ്പണം ചെയ്യുന്ന ജപം. പ്രിയമുള്ള ഉണ്ണീശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ ദിവ്യ ശൈശവ രഹസ്യങ്ങളെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിലുള്ള പ്രീതിയിൽ കുഞ്ഞായി പിറന്ന അങ്ങേക്ക് സ്തുതി. ഓ എൻ്റെ ഈശോയെ, എന്നെ പൂർണ്ണമായും പരിപൂർണമായും അവിടുത്തെ സ്നേഹത്തിനായി സമർപ്പിക്കുന്നു. അവിടുത്തെ ദിവ്യ ശൈശവത്തിൻ്റെ കാരുണ്യം എപ്പോഴും എൻ്റെ ആയുസ്സുള്ള കാലമൊക്കെയും എനിക്ക് പ്രദാനം ചെയ്യണമേ. ഈശോയെ, അവിടുത്തെ വിനയശീലവും ഔദാര്യ മധുരിമയും അനുസരണ ഗുണവും സർവാത്മന സാധുശീലവും എനിക്ക് തരണമേ. അവിടുത്തെ കൃപാകടാക്ഷത്താൽ അങ്ങയെ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും അതുവഴി സ്വർഗത്തിൽ അങ്ങയെ കണ്ടാനന്ദിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഉണ്ണിയേശുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ജപമാല ചൊല്ലുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ഉണ്ണിയേശുവിൻ്റെ ഹൃദയവും ഉണ്ണിയേശുവിൻ്റെ സ്വഭാവവുമൊക്കെ നമുക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഇത് ചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.